പഴയ നിയമ പ്രമാണമനുസരിച്ച് ഹോമയാഗത്തിൻ്റെ രക്തം കുറേ എടുത്ത് അഹരോൻ്റെയും അവൻ്റെ പുത്രന്മാരുടെയും വലത്ത് കാതിന്മേലും വലത്ത് കൈയുടെ പെരുവിരലിന്മേലും വലത്ത് കാലിൻ്റെ പെരുവിരലിന്മേലും പുരട്ടേണം. അതിനർത്ഥം അവരുടെ കേൾവിയിലും കഴിവുകളിലും ദൈനംദിന നടത്തത്തിലും ദൈവത്തെ ബഹുമാനിക്കാൻ അവർ വിളിക്കപ്പെട്ടു എന്നാണ്. കാത് കേൾവിയെയും കൈവിരൽ പ്രവൃത്തിയെയും പെരുവിരൽ നടപ്പിനെയും കാണിക്കുന്നു. എന്നുവെച്ചാൽ നിങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഇനി കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ദൈവവചനം കേട്ട് അതിനനുസരിച്ച് നടക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. പുതിയ നിയമവിശ്വാസികളെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പുരോഹിതവർഗമാണ്. നമ്മുടെ സമർപ്പണത്തിൻ്റെ ഭാഗമായി ഒന്നാമത് നാം നമ്മുടെ വീണ്ടെടുക്കപ്പെട്ട ചെവികൾ കർത്താവിനായി ഉപയോഗിക്കണം. കർത്താവ് പറയുന്നത് നാം കേൾക്കേണ്ടതുണ്ട്. അതവിടുത്തെ തിരുവചനത്തിലൂടെ നമ്മെ കേൾപ്പിക്കുന്നു. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് തിരുവചനം ആവർത്തിച്ച് പറയുമ്പോൾ കേൾക്കേണ്ടത് കേൾക്കുവാൻ വീണ്ടെടുക്കപ്പെട്ട ചെവിയുള്ളവർക്കേ കഴിയുകയുള്ളൂ. വിശ്വാസത്തിൽ നാം ഓരോ ദിവസവും വളരണമെങ്കിൽ കേൾക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. തിരുവചനം പറയുന്നത് വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു എന്നാണ്. നമ്മുടെ സമർപ്പണത്തിൻ്റെ ഭാഗമായി രണ്ടാമത് നമ്മുടെ വീണ്ടെടുക്കപ്പെട്ട കൈവിരലുകൾ കർത്താവിനായി ഉപയോഗിക്കണം. തിരുവചനം പറയുന്നു 144-ാം സങ്കീർത്തനം 1-ാം വാക്യം, അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി പോരാടുവാൻ നാം നമ്മുടെ കൈകളെയും വിരലുകളെയും ദൈവമുമ്പാകെ സമർപ്പിക്കുമ്പോൾ അവിടുന്ന് നമ്മെ അതിൽ അഭ്യസിപ്പിക്കും. നമ്മുടെ സമർപ്പണത്തിൻ്റെ ഭാഗമായി മൂന്നാമത് നമ്മുടെ പെരുവിരൽ, അതായത് കാലുകൾ കർത്താവിനായി ഉപയോഗിക്കണം. ആത്മീയ ജീവിതത്തിൽ ആടിയും വേച്ചും നടക്കുവാനുള്ളവരല്ല നാം. പകരം പേടമാൻ കാൽ പോലെ ഉന്നതികളിന്മേൽ നടക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. കർത്താവാണ് നമുക്ക് ബലം തരുന്നതെങ്കിൽ ദാവീദിനോടൊപ്പം നമുക്കും പറയുവാൻ കഴിയും, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കുമെന്ന്. ഡിയർ ഫ്രണ്ട്സ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് തിരുവചനത്തിലൂടെ നമ്മോട് പറയുവാനായിട്ടുള്ളത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ എന്നാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.